സിനിമയുടെ ടൈറ്റിൽ അടിയന്തരാവസ്ഥ കാലത്തെ എന്താണ് അങ്ങനെ അതേപോലെ ഭയങ്കര സ്ട്രഗിളൊക്കെ നേരിടുന്ന ഒരു പ്രണയമാണെന്ന്. അതെ ആ എങ്ങനെ റിലേറ്റബിൾ ആയിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പ്രണയം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല ഉണ്ടായിട്ടൊക്കെ റിലേറ്റബിൾ ആയിട്ട് തോന്നിയായിരുന്നോ അഭിനയിച്ചപ്പോഴൊക്കെ? അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ ചെയ്തപ്പോൾ ഇനി പ്രണയിക്കണം എന്ന് തോന്നിയോ? അങ്ങനെയൊന്നുമില്ല, പ്രണയത്തോട് താല്പര്യമില്ല താങ്കൾക്കും? താല്പര്യമില്ലെന്നില്ല, പക്ഷെ പടം അഭിനയിച്ചിട്ട് അങ്ങനെ തോന്നിയത് അങ്ങനെയൊന്നുമില്ല. പടത്തിൽ അഭിനയിച്ച് പ്രണയിക്കണം എന്ന് തോന്നിയൊന്നുമില്ല. മനസ്സിലായില്ല. അല്ല പ്രണയ സിനിമയിൽ ഇപ്പൊ നിങ്ങള് ഒരു കപ്പിൾസ് ആണ്, നിങ്ങൾ പരസ്പരം പ്രണയിക്കണമെന്നല്ല ചോദിച്ചത്, ജീവിതത്തിലാണ് ചോദിക്കുന്നത് അല്ലാതെ. കോമ്പിനേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ഫസ്റ്റ് ആദ്യ സീൻസ് എടുത്ത് തീർക്കുമായിരുന്നു. സോ ഞാനുള്ള കോമ്പിനേഷൻസ് ആദ്യമായിട്ട് വരുന്നത് ഫോട്ടോഷൂട്ട് ചെയ്തില്ല, നമ്മൾ ക്യാരക്ടേഴ്സ് ആയിട്ട് റെഡി ആയിട്ട് ഒരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പോഴാണ് ഞാൻ പേര് മനസ്സിലാക്കുന്നത്, പേരെന്താണ് കേട്ടാ, വർക്ക് ചെയ്യണോ, എന്താ ചെയ്യുന്നത്. ഓഡീഷൻ ഒരേ സമയത്തായിരുന്നോ? അല്ല 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 ഡിഫറെന്റ് ടൈംസ് ആയിരുന്നോ? എവിടെ വർക്ക് ചെയ്യുന്നത് ഇതെല്ലാം ഞാൻ അന്ന് ചോദിച്ചായിരുന്നു, പരിചയപ്പെടുത്തി. പിന്നെ എങ്ങനെ മിങ്കിളായി കഴിഞ്ഞപ്പോ ഓക്കെ ആയിരുന്നു? പിന്നെ കംപ്ലീറ്റ്ലി ക്യാരക്ടറായി മാറി. പരസ്പരം സഹായിച്ചു. ഓക്കെ. ഇപ്പൊ നമ്മുടെ ഈ ന്യൂ ജനറേഷൻ സിനിമകൾ തകർത്താടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ഇപ്പൊ 1975 കഥ പറയുമ്പോൾ എത്രത്തോളം പ്രസക്തി ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്? പ്രസക്തി ഉള്ളത് പ്രേക്ഷകരല്ലേ? അല്ല, പ്രേക്ഷകർ ഇപ്പൊ തിയേറ്ററിലേക്ക് വരുമെന്ന് തോന്നുന്നുണ്ടോ? കാരണം ഇപ്പൊ അവർക്ക് പ്രേക്ഷകർക്ക് വേണ്ടത് ത്രില്ലർ സിനിമ. അതെ അതെ ഡിഫറെന്റ് നെയിമാണ്. അതെ പിന്നെ പഴയ കാലം കാണും, മെയിനായിട്ടും ഒരു ഓൾഡ് ആയിട്ടുള്ള ആൾക്കാർ വളർന്നതല്ല. ഇപ്പൊ നമ്മുടെ ഈ ഒരു ഏജിലുള്ളവർക്കൊക്കെ എങ്ങനെയായിരിക്കും? അതെ കാരണം അവരൊക്കെ ആ ജനറേഷനിലാണ് അവർ കുറച്ചുകൂടി ട്രെൻഡി അല്ലെങ്കിൽ ആക്ഷൻ പിന്നെ അതില് ആക്ഷൻ ഡിപെൻഡ്സ് ഓൺ ഓഡിയൻസ്. അപ്പോൾ ഞങ്ങൾ കൂടുതലും തോന്നുന്നത് ഒരു 70s 80s ജനിച്ച് വളർന്നവർക്ക് ഇതൊരു നല്ല സിനിമയായിരുന്നു. പിന്നെ ഒരു ക്രിസ്ത്യൻ ബേസ്ഡ് മൂവിയാണ്, പിന്നെ ക്രിസ്മസിന് ഇറക്കാൻ പറ്റിയ ഒരു ടൈപ്പ് സ്റ്റോറി. അതാണ് ക്രിസ്ത്യൻ ബേസ്ഡ് മൂവി എന്ന് പറയാൻ കാരണം? എല്ലാവരും ക്രിസ്ത്യാനികളാണ്, ആ സൊസൈറ്റി എല്ലാതും. ഓ പിന്നെ ഇതിൽ അഭിനയിക്കുന്ന പള്ളിയിലച്ചനായിട്ട് അഭിനയിക്കുന്ന ആള് ഒറിജിനൽ പള്ളിയിലച്ചൻ. അപ്പൊ അങ്ങനെ ആ ഒരു ടൈപ്പാണ് സ്റ്റോറി. ഇപ്പൊ അഷ്റഫിക്കയുടെ ഒരു 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് എങ്ങനെയുണ്ടായിരുന്നു ആളായിട്ട് ഒരു എക്സ്പീരിയൻസ്? ഞാൻ പ്രതീക്ഷിച്ചതല്ല, ബട്ട് പുള്ളിയുടെ പറയുന്നത് തന്നെ ആദ്യമായിട്ട് കാലത്ത് വെക്കാൻ പറ്റി, അതന്നെ വലിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഞങ്ങൾ രണ്ടുപേരുടെയും ഇന്നത്തെ ദിവസം എല്ലാ ആർട്ടിസ്റ്റിൻ്റെയും. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് ആയിട്ട് പുള്ളി മീറ്റ് ചെയ്ത് പുള്ളി ഭയങ്കര ഫുൾ പേഴ്സണാണ്. എങ്ങനെ ഫസ്റ്റ് സിനിമ ദേഷ്യപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? അണ്ടർസ്റ്റാൻഡിങ് ആണ് ആള്, നമ്മളെ ബിഗിനേഴ്സ് ആണെന്നുള്ള ഒരു പരിഗണന തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇതിനു മുമ്പ് എന്തെങ്കിലും ഷോർട്ട് ഫിലിമോ ആൽബമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ കുറച്ച്. എത്ര സിനിമകൾ? മീൻസ് അങ്ങനെ വലിയ ക്യാരക്ടർ എന്ന് പറയാനൊന്നുമില്ല, ചെറിയ